UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസം പിന്നിട്ടുള്ള യാത്രയിലാണ്. അപ്പോഴേക്കും തന്നെ ആദ്യത്തെ വിവാദം അല്ലെങ്കിൽ അഴിമതി ആരോപണം എത്തിക്കഴിഞ്ഞു. ഈ അഴിമതി ആരോപണം എന്ന് പറയുമ്പോൾ അത് സത്യമാവണമെന്നില്ല. ഒരു കണക്കുകൂട്ടലിന്റെയും മൊത്തത്തിലുള്ള സാഹചര്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വെച്ചങ്ങ് കാച്ചും. അതാണല്ലോ പൊളിറ്റിക്സ്. ഏത് നമുക്ക് കാര്യത്തിലേക്ക് വരാം. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നികുതി ഇളവും അടങ്ങിയ ബജറ്റിലെ പ്രഖ്യാപനമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ പോലും വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നു. എക്സൈസ് മന്ത്രി പോലും അറിയാതെ എടുത്ത തീരുമാനമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കക്ഷിക്കുള്ളിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇതൊരു അഴിമതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ആക്കം കൂട്ടുന്നതും ഈ പറഞ്ഞതുപോലെ ചർച്ചകൾ നടക്കാത്തതാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ചില ബഹുരാഷ്ട്ര കമ്പനികൾ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ സമയത്തും രംഗത്ത് വന്നിരുന്നു. ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ എത്താൻ കഴിയാത്തതിനാൽ ഉൽപാദനം നടന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലൊരു നികുതി ഇളവ് വരാൻ പോകുന്നു എന്നൊരു ലക്ഷണം കണ്ടപ്പോൾ തന്നെ പ്രതികരിച്ച ആളാണ് നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രി. എന്നാൽ ഇന്ന് അതേ VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം തന്നെ അന്ന് എതിർത്ത കാര്യങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്നു. അതും കൂട്ടായ ഒരു ആലോചനയില്ലാതെ. അന്ന് ഇടതുപക്ഷ സർക്കാരിനെ സമീപിച്ച ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടിയാണ് ഈ നികുതി ഇളവ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകണമെങ്കിൽ ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനോടകം തന്നെ പാർട്ടിയിൽ നിന്നും ക്രൈസ്തവ സഭകളിൽ നിന്നും പല സംഘടനകളിൽ നിന്നും എതിർപ്പുകൾ വന്നു തുടങ്ങി. 2015 ഉമ്മൻചാണ്ടി സർക്കാരിനെ പിടിച്ചു കുലുക്കിയതും തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയത്തിന് കാരണമായ കാര്യങ്ങളിലൊന്നും മദ്യവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളായിരുന്നു. ആ ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് VD സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഈ വിവാദം. പിണറായി സർക്കാരിന്റെ 2022-23 വർഷത്തിലെ മദ്യനയത്തിലാണ് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത്. ആ നയപ്രകാരം 0.5 മുതൽ 20% വരെ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ മദ്യം ഉൽപ്പാദിപ്പിക്കാമെന്ന് വിദേശ മദ്യചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സർക്കാരിനെ സമീപിക്കുന്നത്. എന്നാൽ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെത്താത്തതിനാൽ ഉൽപ്പാദനം നടന്നില്ല. ആ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ VD സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനമെത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളും എതിർപ്പുകളുമൊക്കെ അവഗണിച്ച് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയണം. നിലവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടികളൊന്നും വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും പല കോണിൽ നിന്നും ഇനിയും ഉയർന്നേക്കാം. അതൊക്കെ അവഗണിച്ച് സർക്കാർ മുന്നോട്ട് പോകുമോ അതോ യു ടേൺ അടിക്കുമോ?